PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ വീഡിയോ നമ്മൾ ചെയ്യണത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ അതുപോലെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 2025 പുതുക്കിയ സിലബസ് വന്നിട്ടുണ്ട്. ആ സിലബസും എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്, പിന്നെ ഡീറ്റെയിൽഡ് സിലബസൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസും ഉണ്ട്. അപ്പോൾ ആദ്യം ഹിസ്റ്ററിക്ക് 10 മാർക്ക്, പിന്നെ ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് അതായത് ലഘുഗണിതം, പിന്നെ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് അത് 20 മാർക്കിലാണ്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, പിന്നെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളമോ തമിഴോ കന്നഡ ഏതാ വെച്ചാൽ അത് 10 മാർക്ക്. അങ്ങനെ എല്ലാം കൂടെ 100ലാണ് അതിൻ്റെ മാർക്കുള്ളത്. ഇനി ഇതിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയണത് ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ കേരള ഹിസ്റ്ററി ഉണ്ട്. ആ കേരള ഹിസ്റ്ററിയിൽ ഇതിൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരള ഹിസ്റ്ററി എന്ന് ചോദിക്കാം. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, ആ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്ററി എന്നുള്ള ഡീറ്റെയിൽഡ് സിലബസ് വരാൻ പോണത്. ഇനി അടുത്തത് പിന്നെ അതിൻ്റെ തന്നെ കറൻറ്റ് അഫെയേഴ്സ് റിലേറ്റഡ് ടു റിലിവൻറ്റ് ടോപ്പിക്, ഈ പറഞ്ഞ 3 ഇതിൽ നിന്നും റിലേറ്റഡ് ആയിട്ടുള്ള കറൻറ്റ് അഫെയേഴ്സ് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഇനി അടുത്ത് ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി അതായത് എർത്ത്, അറ്റ്മോസ്ഫിയർ, ലാൻഡ് ഫോംസ് അങ്ങനെയൊക്കെയുള്ള ഇതിനെക്കുറിച്ച്, പിന്നെ ഇന്ത്യൻ ജോഗ്രഫി, ഫിസിയോഗ്രാഫി, അതുപോലെ സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലാറ്റ്യൂ അങ്ങനെയൊക്കെയുള്ള ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ്, ഇൻഡസ്ട്രി, എനർജി സോഴ്സുകൾ, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ അങ്ങനെയൊക്കെയുള്ളതാണ് ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ളത്. പിന്നെ കേരള അതുപോലെ തന്നെ ഫിസിയോഗ്രാഫി, ഡിസ്ട്രിക്ട്സ് ആൻഡ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ് അങ്ങനെയൊക്കെയുള്ള അഗ്രികൾച്ചർ, റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ അതുമായിട്ടുള്ള കറൻറ്റ് അഫെയേഴ്സ്, റെലിവൻറ്റ് ടോപ്പിക്, ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്നുള്ള കറൻറ്റ് അഫെയേഴ്സും ചോദിക്കാം. പിന്നെ ഉള്ളത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നിന്ന് 5 മാർക്കാണ്. അതിലും കറൻറ്റ് അഫെയേഴ്സ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി സിവിക്സ് ആണുള്ളത്. പിന്നെ സിവിക്സിൽ അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഈ സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സിവിക്സ് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, അതിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കറൻറ്റ് അഫെയേഴ്സും ഒക്കെ ചോദിക്കാം. പിന്നെ ഉള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിള്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദർ ഫങ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള അതും അതിൻ്റെ കറൻറ്റ് അഫെയേഴ്സ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 5 മാർക്കിൻ്റെ. പിന്നെ ഉള്ളത് അടുത്തത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറാണ്. അത് 10 മാർക്കാണ്. അതുമായി ബന്ധപ്പെട്ട കറൻറ്റ് അഫെയേഴ്സും ഉണ്ട്. അപ്പോൾ കല, അതിൻ്റെ ശ്രാവ്യ കലകൾ, അതിൻ്റെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, അതുമായി പ്രശസ്തമായ സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ ഇതൊക്കെ പ്രശസ്തരായിട്ടുള്ളവരെ കുറിച്ച്. പിന്നെ കായിക രംഗത്ത് കേരളത്തിലും ഇന്ത്യയിലെയും ഒക്കെ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ, കായിക ഇനങ്ങൾ അവരുടെ ഏതൊക്കെയാണ്, അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ബഹുമതികളുണ്ട്, പിന്നെ പ്രധാന അവാർഡുകൾ, ട്രോഫികൾ, പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്, അതിൻ്റെ വേദികൾ അങ്ങനെയൊക്കെയുള്ള സാധാരണ ഉള്ളതാണല്ലോ. പിന്നെ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൂടെ കായികം, അതായത് 10 മാർക്കാണ് ഇതിൽ നിന്നുള്ളത്, കലാകായികം അതിൽ നിന്നൊക്കെ. പിന്നെ
വേദികൾ, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ-ഏഷ്യൻ ഗെയിംസ് ഒക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ദേശീയ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, നേട്ടങ്ങളൊക്കെ. പിന്നെ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. പിന്നെ സാഹിത്യത്തിൽ നിന്ന് കൃതികൾ, കർത്താക്കൾ, പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികളും അവയുടെ കർത്താക്കളും, എഴുത്തുകാർ, കഥാപാത്രങ്ങൾ, പിന്നെ വരികൾ പ്രശസ്തമായതൊക്കെ, പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ളത്, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികളൊക്കെ, അതിൻ്റെ കൃതികൾ, എഴുത്തുകാർ, അവരുടെ കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, പിന്നെ മലയാള സിനിമയുടെ ഉത്ഭവം, വളർച്ച, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ സംസ്കാരം എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും പ്രശസ്തമായ ഉത്സവങ്ങളും, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ, ഇതുമായിട്ടുള്ള കറണ്ട് അഫെയർസും ഒക്കെ ഉണ്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസ് 5 മാർക്കിൻ്റെയാണ്. ഹാർഡ്വെയറിനെ കുറിച്ച്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, മെമ്മറി ഡിവൈസുകളൊക്കെ ഉണ്ടാവും. പിന്നെ സോഫ്റ്റ്വെയർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അങ്ങനത്തെ പാക്കേജുകൾ, ബേസിക് പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതായത് ലാൻ, വാൻ, മാൻ, അങ്ങനെയൊക്കെയുള്ളതുണ്ടല്ലോ. പിന്നെ നെറ്റ്വർക്ക് ഡിവൈസുകൾ, പിന്നെ ഇൻ്റർനെറ്റ്, അതിൻ്റെ സർവീസ്, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, പിന്നെ സൈബർ ക്രൈംസ്, സൈബർ ലോസ് ഒക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസ്, ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൽ നിന്നുള്ളത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ്. അതിനെക്കുറിച്ചുള്ള ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി, അങ്ങനെയൊക്കെയുള്ള ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ന്യൂട്രീഷൻ, പിന്നെ ഹെൽത്ത് കെയർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള. പിന്നെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫെൻസ്, അതിനെക്കുറിച്ച് ചോദിക്കാം. ISRO, അതിൻ്റെ ഇതൊക്കെ, DRDO വിഷൻസ്, വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ്, മിഷൻ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ ഒക്കെ ചോദിക്കാം. പിന്നെ എനർജി റിക്വയർമെൻറ്റ്, അതിൻ്റെ എഫിഷ്യൻസി, ഇപ്പോൾ എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ്, അതിൻ്റെ ഡെഫിസിറ്റ്, റിസോഴ്സ് എനർജി, ഇന്ത്യയുടെ അതിൻ്റെ ഡിപ്പെൻഡൻസ്, റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സുകൾ, പിന്നെ എനർജി പോളിസി, ഇന്ത്യയുടെ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി. പിന്നെ എൻവയൺമെൻറ്റൽ സയൻസാണ് പിന്നെ ഇതിലുള്ളത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡെവലപ്മെൻറ്റ്സ് ഇൻ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി, അതുമായി ബന്ധപ്പെട്ടത്, ബയോഡൈവേഴ്സിറ്റി, അതിൽ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ ചോദിക്കാം. ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസും. ഇനി പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്കിൻ്റെയാണ്. ലഘുഗണിതം, അതിൽ സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, പേഴ്സൻറ്റേജ്, ശതമാനം, ലാഭവും നഷ്ടവും, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രപ്പോർഷൻ, ടൈം, ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പൊണൻസ്, പിന്നെ മെൻസുറേഷൻ, പ്രോഗ്രഷൻ. പിന്നെ മാനസിക ശേഷി എന്ന് പറയുന്നത് അതിൽ 10 മാർക്കാണ്. മറ്റേ ലഘുഗണിതം, സിമ്പിൾ അരിത്തമെറ്റിക്കിന് 10 മാർക്ക്, മെൻ്റൽ എബിലിറ്റി 10 മാർക്ക്. അതിൽ ശ്രേണികൾ, അതായത് സീരീസ്, പിന്നെ മാത്തമാറ്റിക്സ്, സയൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ്, സ്ഥാനനിർണയ പരിശോധന, പിന്നെ അനലോഗി, വേൾഡ് അനലോഗി, ആൽഫബറ്റ് അനലോഗി, നമ്പർ അനലോഗി, ഓഡ് മാൻ ഔട്ട്, പിന്നെ അവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്, പിന്നെ ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡിറക്ഷൻ, പിന്നെ ടൈം ആൻഡ് ആംഗിൾസ്, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, പിന്നെ ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി, അതൊക്കെ ആയിട്ട്. ഇനി ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിൻ്റെ ഉണ്ട്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്, ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, അഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ് ഉണ്ടാവും, പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വേർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റ് ആൻഡ് ജെറൻസ്, ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ്, പിന്നെ പ്രിപ്പോസിഷൻ, യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഡിറക്റ്റ് ആൻഡ് ഇൻഡിറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസുകൾ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൽ നിന്ന് ചോദിക്കണ 10 മാർക്കിൻ്റെ. പിന്നെ വൊക്കാബുലറി 10 മാർക്ക്. അതിൽ സിംഗുലാർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്,
വേർഡ് ഫോർമേഷൻ, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആൻറ്റണിംസ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദർ മീനിങ്സ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻസ്. പിന്നെ മലയാളത്തിൽ 10 മാർക്കാണ്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതൽ, പിന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം. ഇതൊക്കെയാണ് മലയാളത്തിൽ നിന്നുള്ളത്. പിന്നെ കന്നഡ വളരെ കുറച്ച് പേരൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതിൽ നിന്നുള്ളതുണ്ട്. ഇതേപോലെ തന്നെ അതായത് ലോക്കൽ ലാംഗ്വേജ് ഉള്ളത്. പിന്നെ തമിഴ് ലോക്കൽ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് എടുത്തിട്ടുള്ളവർക്ക് അതിനും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട 13 ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കൂടാതെ ഇവിടെ പറയുന്നുണ്ട് ഈ ടോപ്പിക്സ്, ഈ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചിലപ്പോൾ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ളതൊക്കെ അത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിമിനറി പരീക്ഷയുടെ വിശദമായിട്ടുള്ള സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പ്രകാരം ഇനി അധികം സമയം കളയാതെയൊക്കെ വേഗം പഠിച്ചു തുടങ്ങുക. ഇതൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെയുള്ള ഒരു ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ പ്രൊമോഷൻ സാധ്യതകളും ഏത് ഡിസ്ട്രിക്റ്റിൽ വേണമെങ്കിൽ ചേഞ്ച് മേടിച്ച് ഒക്കെ ട്രാൻസ്ഫറബിൾ ജോബ്സൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.